ഹലോ ഗീസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം പുഡിങ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വീഡിയോയിൽ പുഡിങ് ഉണ്ടാക്കാനുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ വെച്ചിട്ടാണ്. അപ്പം ഇളനീർ വെള്ളം നന്നായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് നന്നായിട്ട് പഞ്ചസാരയും പിന്നെ ഏലക്കായും കൂടി കൊത്തിയിട്ടത് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ചൈന ഗ്രാസിൽ അത് നന്നായിട്ട് മെൽറ്റാക്കി എടുത്ത് അതും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് അരച്ചിട്ട് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ച് മാറ്റുക. എന്നിട്ട് അതിലേക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇളനീർ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ക്യാരറ്റ് പുഡിങ്. അങ്ങനെ അതിൻ്റെ പൾപ്പ് അടിച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു. പിന്നെ അതിലേക്ക് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്, ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ട് നെയ്യിൽ ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനത് ചൈന ഗ്രാസ് ചൂടാറിയതിന് ശേഷം ഒന്ന് നമ്മുടെ പാല് അധികം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, കാരണം അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ. ചൈന ഗ്രാസിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ചൂട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പുഡിങ് കൊളാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാനിതാ ഇളനീരിൻ്റെ പൾപ്പ് കൊണ്ടുള്ള പുഡിങ് ഉണ്ടാക്കാനും വിചാരിച്ചിട്ടുണ്ട്. അതിപ്പം പാല് തിളപ്പിച്ചു, സെയിം സാധനം തന്നെ അതിൻ്റെ പൾപ്പും മിൽക്ക് മെയ്ഡും പഞ്ചസാര ഇട്ടിട്ട് ചൈന ഗ്രാസ് ഒഴിച്ചതാണ്. അങ്ങനെ എല്ലാം ഞാൻ സെറ്റാക്കി പുഡിങ് ട്രേയിലൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.